അവിടുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ അവർ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേഷ്യൻ്റ് റേഷ്യോയിൽ ഏറ്റവും വലിയ വ്യത്യാസമാണ്. അതായത് കോഡ് ഗ്രേ ഉണ്ട്, കോഡ് ബ്ലാക്ക് ഉണ്ട്. റേസിസ്റ്റ് കൺട്രി ആണെന്ന് പറയും, ടൈം എന്നും പറയും, പാർട്ട് ടൈം പറയും. പിന്നെ 9,000 ആണ്. ഞങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങട്ടെ. ഞങ്ങൾ അറിഞ്ഞിടത്തോളം PR ഒത്തിരി ബെനിഫിഷ്യലാണ്. നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇത്ര രൂപ വരെ ടാക്സ് ഫ്രീ ആയിട്ട് പൈസ. ഇടയ്ക്ക് ഒരു വീഡിയോയും ഞാൻ കണ്ടു, ഇവിടെ ഫുള്ള് പാമ്പോടെ പാമ്പ്, അതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കമാണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ എനിക്കായിരുന്നു ഓസ്ട്രേലിയ വരാൻ ഭയങ്കര താല്പര്യം. അച്ഛന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അച്ഛന് തണുപ്പ് രാജ്യമാണ് ഇഷ്ടം. 7-8 വർഷമായിട്ട് ദുബായ് കിടന്നേച്ച് അച്ഛന് തണുപ്പായിരുന്നു താല്പര്യം. എനിക്കാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ചൂട് സ്ഥലം വേണം. എനിക്ക് കുഴപ്പമില്ല, ഒത്തിരി അങ്ങ് തണുപ്പ് പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അയർലൻഡ് 9 വർഷം ജീവിച്ചു. പിന്നെ ഞാൻ ഇവിടോട്ടൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ അച്ഛനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് പോകണം, പൊക്കോട്ടെ എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. പിന്നെ അവസാനം അച്ഛൻ ഗിവിൻ ചെയ്തു. എന്തായാലും ഞാനിവിടെ വന്നിട്ട് എനിക്ക് നഴ്സിംഗിൽ വ്യത്യാസം എന്ന് പറയുന്നത് പേഷ്യൻ്റ് റേഷ്യോയിൽ ഏറ്റവും വലിയ വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് 4 പേഷ്യൻസിനെ തരും, 4 പേഷ്യൻസിനെ തരും. അവരുടെ കാര്യങ്ങൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം ചെയ്യണം. അതായത് നമ്മൾ ഹൈജീനിക് നീഡ്സ് മീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ടോയ്ലറ്റിംഗ് നീഡ്സ് ആണെങ്കിലും, പിന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നഴ്സിംഗ് കെയർ മുഴുവൻ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് PCA അതായത് പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റ് ഹോസ്പിറ്റൽ എൻ്റെ അവിടെ ഇല്ല. ഞങ്ങൾക്കും ഇല്ല, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യാറ്. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യാറ് കൂടുതലും. പിന്നെ ഹെൽപ്പ്, റൂം ക്ലീനിങ് ഒന്നും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഹെൽപ്പുണ്ട്. അതായത് അപ്പുറത്ത് ഒരു നേഴ്സാണ്, നമുക്ക് ബഡി നേഴ്സ് എന്ന് പറയും. അതായത് അപ്പുറത്ത് വേറൊരു നേഴ്സ് കാണും. ആ നേഴ്സിന് ഇത് അവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അവരെയും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഇതിലാണ് പോകുന്നത്. അപ്പം രണ്ട് പേര് നോക്കേണ്ടതായിട്ടുള്ള പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും, ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെയും പോയി ഹെൽപ്പ് ചെയ്യും. പിന്നെ അങ്ങനെയാണ്. പേഷ്യൻ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 4 പേരേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ 8 hour ഷിഫ്റ്റ്. എനിക്ക് 8 hour ഷിഫ്റ്റാണ്. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ 8 hour ഷിഫ്റ്റ് എങ്ങനെ ആയിരിക്കും ഒരു പിടുത്തമില്ലായിരുന്നു. കാരണം 12 hour ഷിഫ്റ്റാണ് നമ്മൾ UK-ലും അയർലൻഡിലും ഒക്കെ ചെയ്യുന്നത്. അപ്പം 3 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അല്ല 4 ദിവസം അടുപ്പിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള 3-4 ദിവസം നമുക്ക് അവധിയാണ്. അപ്പോൾ ഞാനത് ഭയങ്കര ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്നല്ല, ഒരു ആങ്സൈറ്റി ആയിരുന്നു ഇതെങ്ങനെ ഞാൻ ചെയ്യുമെന്നുള്ളത്. കാരണം ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ട് പിന്നെ ഒരു അവധി കിട്ടുക എന്ന് പറയാൻ, ആ ഒരു അവധിക്ക് വേണ്ടിയിട്ടല്ലേ അഞ്ജുവിൻ്റെ കാര്യം ഞാൻ പറയാം. ആ അവധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നേച്ച് എനിക്കങ്ങനെ ലേറ്റ് അവർ ചെയ്തു തുടങ്ങിയപ്പോൾ അതൊരു ഭയങ്കര ഒരു റിലാക്സേഷനായിട്ട് തോന്നി. കാരണം 8 hours ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലാണ്. കാര്യം ശരിയാണ്, നമ്മൾ എന്നും പോകണം. എന്നാൽ പോലും നമുക്ക് അത്രയും ക്ഷീണം തോന്നത്തില്ല, നമുക്ക് ബോഡിക്ക് അത്രയും ക്ഷീണം തോന്നത്തില്ല. നമുക്ക് എന്താ പറയുക, വന്നിട്ടാണെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനുള്ള എനർജി ലെവൽസ് കാണും. അതേസമയം 12 മണിക്കൂർ ഷിഫ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയുള്ള 3 ദിവസം നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. പ്രത്യേകിച്ച് ഞാൻ അവിടെ വെച്ച് കണ്ടിന്യൂസ് നൈറ്റായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ ലൈഫ് എൻജോയ് ചെയ്തിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അഞ്ജു എന്ന് പറയുന്നത് 12 hour ഷിഫ്റ്റാണ് അല്ല. എനിക്ക് 2 ഓപ്ഷനുണ്ട്. നമുക്ക് 8 hours ചൂസ് ചെയ്യാം, 12 hours ചൂസ് ചെയ്യാം. എനിക്ക് പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് 12 hours ആണ്. ഈ ട്രാഫിക്കും ഇവർ കുറച്ചും കൂടെ ഉള്ളേരിയയാണ്, ഞങ്ങൾ പ്രോപ്പർ മെൽബൺ സിറ്റിയാണ്. അപ്പോൾ 8 hours ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ആ ഒരു ട്രാഫിക് കൺജഷനും എല്ലാം കൂടെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ 12 hours ആണ്. അപ്പോൾ ഞാൻ അതാണ് ഓപ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ വാർഡിലായാലും ഒട്ടുമിക്ക എല്ലാവരും 12 hours ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 3 ഡേ പോയാൽ മതി. ഒരു 2 weeksൽ ഒരു പ്രാവശ്യം മാത്രം ഒരു 8 hour ഷിഫ്റ്റ് എക്സ്ട്രാ ചെയ്യണം. ആ ഒരു അവേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 hours per വീക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീക്കിൽ നമ്മളൊരു 8 hours എക്സ്ട്രാ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം മാക്സിമം നൈറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് നൈറ്റ് ചെയ്യണമെങ്കിൽ നൈറ്റ് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് എനിക്കുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ 12 hours ആയതുകൊണ്ട് ഞാൻ 12 hours എടുത്തു. ബാക്കി 4 ദിവസം വീട്ടിലിരിക്കാമല്ലോ. അതെ. പക്ഷേ എനിക്ക് 8 hour ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അതിനുള്ള സമയം കാര്യം പറഞ്ഞ സമയം
ഷടേന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്താ പറയുക, ഈ ഒരു 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ദിവസങ്ങൾ പോകുന്ന അറിയത്തില്ല, അതുപോലെ തിരക്കാണ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നു. 8 അവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും 12 അവറിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ ICUവിൽ അഞ്ജുവിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം, ഞാനിങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ അന്വേഷിച്ചായിരുന്നു ഇങ്ങനെ 12 അവർ കിട്ടുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോയെന്ന്. എനിക്ക് തോന്നുന്നു ICUവും പിന്നെ അങ്ങനത്തെ കാഷ്വാലിറ്റി അങ്ങനത്തെ ഉള്ള സ്പെഷ്യാലിറ്റി യൂണിറ്റ്സിലേ ഉള്ളൂ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്പിറ്റലും ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റും ആണ്. അതെ അതെ അതെ. ഞങ്ങളുടെ കൂടുതലും കാഷ്വാലിറ്റിയും ഇതുമാണ്, ICU ആണ് 12 അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഒന്നും 12 അവർ ഷിഫ്റ്റ് ഓപ്റ്റ് ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ഇവിടുത്തുകാർ. അപ്പം നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇതുപോലെ സംസാരിച്ചപ്പോൾ ആദ്യമൊക്കെ അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാൾ വേണമല്ലോ 12 അവർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പിന്നെ അവൾക്കത് കിട്ടി. അപ്പം അങ്ങനെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ. പിന്നെ നല്ലതായിട്ട് എന്താ പറയുക, ജോലിയിലാണെങ്കിലും അവിടുത്തെ പോലെ തന്നെ ഇവിടെ ആൾക്കാർ ഹെൽപ്ഫുള്ളാണ്. എന്ത് പറയുന്നു? അതെ, ഹെൽപ്ഫുള്ളാണ്. പിന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ചേച്ചിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കംപ്ലീറ്റ് ഒരു പേപ്പർ വർക്ക് ചെയ്ത് അയർലൻഡിലായിരുന്നപ്പോൾ ഫുൾ പേപ്പർ വർക്കിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇവിടേക്ക് ഞാൻ വന്ന ഹോസ്പിറ്റൽ ഫുൾ ഇലക്ട്രോണിക് ആണ്, ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നോട്ട്സ് ആയിക്കോട്ടെ, ഈവൻ എൻ്റെ കയ്യിലൊരു റോവറുണ്ട്, ഒരു മൊബൈൽ പോലത്തെ ഒരു റോവറുണ്ട്, നമുക്കത് പേഷ്യൻ്റ് സൈഡ് കൊണ്ടുപോകാം. നമ്മൾ അവിടെ ഓപ്സ് ചെയ്യുന്നതായിക്കോട്ടെ എല്ലാം, ഇൻടേക്ക് ഔട്ട്പുട്ട് മെഡിസിൻസ് എല്ലാം സ്കാൻ ചെയ്യുന്നതില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ബെഡ് സൈഡിൽ തന്നെ തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് എഴുതേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ അതൊരു പഠിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് പേപ്പർ വർക്കിൽ നിന്ന് കംപ്ലീറ്റ് ഇലക്ട്രോണിക്കിലേക്ക് വന്നപ്പോൾ അതെനിക്ക് പാടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് ഇവിടെ പേപ്പർ വർക്ക് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കിവിടെ പേപ്പർ വർക്ക് തന്നെയാണ്, കാരണം ഇവിടെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന റീജിയണൽ സൈഡിലോട്ടുള്ള ഇതെന്ന് പറയുന്നത് ഏജ്ഡ് കെയറിലാണ് അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. അതായത് ഞാൻ ഏജ് കെയറിൽ, ഞാനെന്ന് പറയുന്ന അത് ഞാൻ പറയാം, ഞാൻ ഏജ് കെയറിലും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഏജ് കെയറിലായിരുന്നു. ഏജ് കെയർ എന്ന് പറയുന്നത് നഴ്സിംഗ് ഹോം. അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇലക്ട്രോണിക് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ബെഡ് സൈഡിൽ തന്നെ നമ്മൾ മെഡിസിൻ ആണെങ്കിലും ഇൻസുലിൻ ആണെങ്കിലും ബ്ലഡ് ഷുഗർ മോണിറ്ററിങ് ആണെങ്കിലും വൈറ്റൽ സയൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ബെഡ് സൈഡിൽ നിന്നുകൊണ്ട് എല്ലാം കഴിയും നമ്മുടെ പരിപാടികൾ. പിന്നെ അത്യാവശ്യം പ്രോഗ്രസ് നോട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ വന്നിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ്. പക്ഷേ ഹോസ്പിറ്റൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല, ആയി വരുന്നു, അവർ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ. പേപ്പർ വർക്കാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന്. അതെ അതെ. അപ്പം എനിക്കെന്ന് പറയുന്നത് റെസ്പിറേറ്ററി യൂണിറ്റിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അഞ്ജുന് എന്ന് പറയുന്നത് പീഡിയാട്രിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെയും പീഡിയാട്രിക് ഹോസ്പിറ്റലാണ്, ഫുള്ളി പീഡിയാട്രിക് ഹോസ്പിറ്റൽ. അത് ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലാണ്. മെൽബൺ സെൻട്രലിൽ തന്നെയാണ്. മെൽബൺ റോയൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലാണ്. അത് ഇവിടുത്തെ വലിയൊരു സ്പെഷ്യാലിറ്റി, പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അപ്പം അവിടെയാണ് അഞ്ജു വർക്ക് ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ അവർ പറഞ്ഞായിരുന്നു, നിങ്ങൾ നഴ്സിംഗ് റിസോഴ്സസ് യൂണിറ്റിലോട്ടായിരിക്കും ജോലി ചെയ്യുന്നത്, സെലക്ട് ആവുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് റെസ്പിറേറ്ററി വാർഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. നഴ്സിംഗ് സപ്പോർട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നഴ്സിംഗ് റിസോഴ്സസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും കവർ ചെയ്യണം. അതായത് അവർ ബാങ്ക് പോലെ, ബാങ്ക് നേഴ്സ് പോലെ, അതായത് അവിടെ അയർലൻഡിൽ ബാങ്ക് നേഴ്സ് പോലെ അവരെവിടെയൊക്കെ ഷോർട്ട് ആവുന്നു അവിടെ എല്ലാം നമ്മൾ പോയി ജോലി ചെയ്യണം. പിന്നെ ഇൻക്ലൂഡിങ് പീഡിയാട്രിക്സ്. നമുക്ക് പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പോയി ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏജ് കെയർ, ഇവരുടെ അണ്ടറിൽ തന്നെ 5-6 ഏജ് കെയർ ഉണ്ട്, അതായത് നഴ്സിംഗ് ഹോംസ് ഉണ്ട്, അവിടെയും പോയി നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്പിറ്റലായിരിക്കും. അതെ 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 അതെ. എല്ലായിടത്തും ഒന്നും ഇതുപോലെ ഏജ് കെയറിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറയത്തില്ല. അവർ ഷോർട്ട് ആകുമ്പോൾ മാത്രം എല്ലാം ഈ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിരിക്കും. ഇവിടെ അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ എല്ലായിടത്തും പോയി ജോലി ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഏജ് കെയറിൽ കഴിഞ്ഞ ആഴ്ച പോയി ജോലി ചെയ്തത്. എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം പഠിച്ചെടുക്കേണ്ടത് കൊണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം ഡിജിറ്റലാണ്. അത് കാരണം ഇച്ചിരി പഠിച്ചെടുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ അക്യൂട്ടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതാണ് എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ.
അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് നഴ്സിംഗ് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലായിടത്തും പോകുന്നു. പിന്നെ ഈ പറയുന്ന പോലെ പീഡിയാട്രിക്സ് ഒക്കെ പോകുമ്പോൾ കിടുകിടാവർച്ചോണ്ട് ഞാൻ അച്ചാച്ചനോട് തലേദിവസമേ പറയാം, അച്ചാച്ചാ എനിക്കിന്ന് പീഡിയാട്രിക്സാ, എനിക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത മേഖലയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ സ്റ്റാഫ് എല്ലാം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ പറയുന്ന പോലെ പീഡിയാട്രിക്കിൽ ഇവിടുത്തെ എന്ന് വെച്ചാൽ എനിക്ക് അയർലൻഡിലെ കാര്യം എങ്ങനെയാണ് അഞ്ജു, അതായത് എല്ലാ മെഡിസിനും കൗണ്ടർ സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം ചെയ്യണമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഓറൽ മെഡിസിൻസ് ഒന്നും കൗണ്ടർ ചെക്ക് ഇവിടെ എല്ലാ മെഡിസിൻസും പാരസെറ്റമോൾ കൊടുത്താൽ പോലും അതിന് വരെ നമ്മൾ കൗണ്ടർ സൈൻ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. അത് അങ്ങനെയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് ലെഡർകനിയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓറൽ മെഡിസിൻസിന് കൗണ്ടർ ചെക്ക് ചെയ്യണ്ട. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ റോവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറർ കുറവാണ്. കാരണം നമ്മൾ മെഡിസിനും സ്കാൻ ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ID ബാൻഡും സ്കാൻ ചെയ്യണം. അപ്പോൾ ഇറർ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കൗണ്ടർ സൈൻ ചെയ്യണം. അത് കാരണം എനിക്കത് വലിയ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമുക്ക് കാൽക്കുലേഷൻസ് അറിയത്തില്ലല്ലോ, പിള്ളേരുടെ കാൽക്കുലേഷൻസ് ഒന്നും അറിയത്തില്ലല്ലോ. അതപ്പോൾ എനിക്കത് അവിടെയാണ് പേടി വരുന്നത്. കാരണം എറർ സംഭവിക്കുമോ. പിന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞു പിള്ളേരെ ആണെങ്കിൽ അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ നമുക്കറിയത്തില്ല. അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അവിടെ എപ്പോഴും നമ്മളെ ഇടാവില്ല. എപ്പോഴുമൊക്കെ അങ്ങോട്ട് പോയി ജോലി ചെയ്യുന്നതും വലിയ കുഴപ്പമില്ല. ഇപ്പം അതിനോട് അങ്ങ് യൂസ്ഡ് ആയി വരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, എല്ലാവരുടെയും ഇതല്ല ഞാൻ പറയുന്നത്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എല്ലായിടത്തും പോയി ജോലി ചെയ്യുക. എല്ലാവർക്കൊക്കെ ഒരിടത്ത് തന്നെ നിന്ന് ജോലി ചെയ്യുന്നതല്ലേ ഇഷ്ടം. എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരിയും പേര് കാഷ്വൽ ചെയ്യുന്നവരുണ്ടല്ലേ, ഒത്തിരി പേര്, കൂടുതലും പേര് കാഷ്വലാണ് ചെയ്യുന്നത്. കാരണം അതിന് പൈസയും കൂടുതലാണ്. നമ്മുടെ കാഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ അയർലൻഡിൽ ഏജൻസി CPL എന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വലായിട്ട് ചെയ്യും. അതെ, ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വലായി ചെയ്യുന്നവരുണ്ട്. ഇവിടെ 0.wise ആണ്, 0.6, 0.8, 0.9. അതായത് ഇപ്പം ഫുൾ ടൈം എന്നും പറയും, പാർട്ട് ടൈം പറയും. പിന്നെ 90% വർക്ക് ചെയ്യുന്നവർ, 60% വർക്ക് ചെയ്യുന്നവർ, 80% വർക്ക് ചെയ്യുന്നവർ. അവർക്ക് അത്രയും മണിക്കൂർ മാത്രം വന്ന് ഹോസ്പിറ്റലിൽ വന്ന് വർക്ക് ചെയ്യും. ചിലർ വൺസ് ഇൻ എ വീക്കൊക്കെ വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. ഇന്നലെ ഞാനൊരു പുള്ളിക്കാരിയെ കണ്ടു. പുള്ളിക്കാരി 2 ദിവസമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് സാറ്റർഡേ സൺഡേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരി ഏജ് കെയറിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ സാലറി പാക്കേജിങ് നഴ്സുമാർക്കുള്ള ബെനിഫിറ്റാണ്. നഴ്സുമാർക്ക് നല്ല, എനിക്ക് തോന്നുന്നു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സയൻസ് മാത്രമല്ല, അത്യാവശ്യം IT പ്രൊഫഷനിലും ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സാലറി പാക്കേജിങ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, എങ്കിലും അതൊരു ബെനിഫിറ്റ് ആണ്. വരാൻ ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിനകത്ത് പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓരോ ഹോസ്പിറ്റലുകാർക്കും ഓരോ പോലെയാണ്, ഓരോ അമൗണ്ടുമാണ്. അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 9,000 ആണ് ഒരു ആനുവൽ എന്ന് പറയുന്നത്. അതായത് അവിടെ ഇവിടെ തന്നെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് 12,000 ആണ്. അപ്പം അങ്ങനെ ഓരോ ഹോസ്പിറ്റൽ ഇവരുടെ ഏജൻസീസും വ്യത്യാസമുണ്ട്. സാലറി പാക്കേജിങ് കൊടുക്കുന്ന ഏജൻസീസും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. അതെ. അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് നല്ലോണം കുറവുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ 8 hour ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ എനിക്ക് കൂടുതലും. പിന്നെ ഈ പറയുന്ന 4 പേരെ നോക്കുന്നുള്ളൂ. നമ്മൾ ആ 4 പേരെ എന്താ പറയുക, ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും ശരിക്കും പറഞ്ഞാൽ. എവിടെ ഒരു കാഞ്ഞിലോ ഉണ്ട്, അല്ലെ എവിടെ ഒരു പ്രഷർ സോറുണ്ട്, നമുക്ക് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ എന്ന് പറയുന്ന മെറ്റ്കോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. അത് കാരണം കോഡ് ബ്ലൂ എന്ന് പറയുന്ന വേറൊരു ഇത്. പക്ഷെ അതുകൊണ്ട് ഒത്തിരി അറസ്റ്റുകൾ നമ്മൾ ഒഴിവാക്കി കിട്ടും. മെറ്റ്കോൾ എന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ വരുമ്പം ജോലി ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അത് ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിനായിട്ട് നിന്നാൽ പോലും അത് മെറ്റ്കോളാണ് ഓട്ടോമാറ്റിക്കലി. അതപ്പം അതിന് വേണ്ടുന്ന അവർക്ക് കുറച്ച് ഡോക്ടേഴ്സ്, ഒരു സ്പെഷ്യൽ ടീമുണ്ട്. കോഡ് ബ്ലൂവിലെ ടീം പോലെ തന്നെ അവർക്കൊരു സ്പെഷ്യൽ, ഇത് കോഡ് ബ്ലൂവും മെറ്റ്കോളും വേറെയാണ് സത്യം പറഞ്ഞാൽ. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് ശരിക്കും അറസ്റ്റായിട്ടുള്ളവരെയാണ് നമ്മൾ കോഡ് ബ്ലൂ വിളിക്കുന്നത്. മെറ്റ്കോൾ എന്ന് പറയുന്നത് സിക്കായിട്ടുള്ള പേഷ്യൻസിന്, ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ആണെങ്കിലും പിന്നെ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതെ പേഷ്യൻ്റ് അത് രക്ഷപ്പെടും സത്യം പറഞ്ഞാൽ. അത് കാരണം നമ്മുടെ സ്ട്രെസ്സും കുറവുണ്ട്. നമ്മുടെ സ്ട്രെസ്സും നല്ല രീതിയിൽ കുറവുണ്ട്. കാരണം നമ്മൾ ഡോക്ടേഴ്സിനെ ഇങ്ങനെ വിളിച്ച് നമ്മൾ ശല്യപ്പെടുത്തേണ്ട, നമുക്കത് എക്സ്ട്രാ ഇതല്ല. ഇത് മെറ്റ്കോൾ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരൊരു ഐ സി യു നേഴ്സ് ഉൾപ്പെടെ ICU കൺസൾട്ടൻറ്റ്, പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ കൺസൾട്ടൻറ്റ്, ഇവരെല്ലാം ഒരു ടീമായിട്ടാണ് വരുമ്പം നമ്മുടെ എന്താ പറയുക സ്ട്രെസ് ലെവൽ ഒരുപാട് കുറവുണ്ട്. അപ്പോൾ ആ പേഷ്യൻ്റ് സോർട്ടഡായി.
എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു സമയത്തേക്കൊരു ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ആ ഒരു പേഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് റിലാക്സേഷൻ ഉണ്ടാകും, ഇത് കുഴപ്പമില്ല ശരിയാവും എന്നുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് അതൊരിതുണ്ട്. പിന്നെ പല ഡ്യൂറസ്കോൾസ് ഉണ്ടല്ലേ, ഡ്യൂറസ്കോൾ അതായത് കോഡ് ഗ്രേ ഉണ്ട്, കോഡ് ബ്ലാക്ക് ഉണ്ട്, കോഡ് യെല്ലോ ഉണ്ട്, പല കോഡുകളായിട്ടുള്ള കോളുകളുണ്ട്. അതായത് കോഡ് ഗ്രേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് വെർബലി പോലും അബ്യൂസീവ് ആണെങ്കിൽ നമുക്ക് ഈ കോഡ് ഗ്രേ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഏത് വേണമെങ്കിലും റിലേറ്റീവ്സ് നമ്മളോട് കയറി ചാടുകയാണ്, സ്റ്റാഫ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിലും അങ്ങനെ പല ബിഹേവിയർ ആരോട് ആർക്കായാലും ചിലപ്പം പേഷ്യൻസും റിലേറ്റീവ്സും തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലായിരിക്കാം, എന്തും ആകാം. വേർബൽ ആണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ കോഡ് ഗ്രേ വിളിച്ചു കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റി വരും. എനിക്ക് തോന്നുന്നു അവരുടെയും ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു, സെക്യൂരിറ്റി വരും, അതിലും കൺട്രോൾ അല്ലെങ്കിൽ പോലീസ് വരും. അങ്ങനത്തെ അത് എസ്കലേറ്റ് ചെയ്ത് കോഡ് ബ്ലാക്കിലേക്ക് പോകും. അതങ്ങനെ അപ്പം വേർബൽ ആണെങ്കിലും ഒരു വേർബൽ അഗ്രഷൻ പോലും നമ്മളോട് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇതിലൊക്കെ വിളിക്കാൻ നേരത്തെ എന്താ പറയുക, നമ്മളിപ്പം ഒരു എയറിൻ്റെ ആണെങ്കിൽ അല്ല നെറ്റിൻ്റെയൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിളിക്കാൻ നേരത്ത് പോലും അവരിങ്ങനെ ഓട്ടോമേറ്റഡ് മെസ്സേജ് വിടുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റാഫിനോട് വേർബലായിട്ടുള്ള നിങ്ങൾക്ക് അബ്യൂസ് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ടോളറേറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഉണ്ട്. അതൊരു എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി, നല്ലൊരു കാര്യമായിട്ട് തോന്നി. എവിടെ അത് എടുക്കത്തില്ല, ഒരു രീതിയിലും എടുക്കത്തില്ല. വേർബൽ അബ്യൂസ് എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലാണെങ്കിലും അവരെടുക്കത്തില്ല. നമ്മുടെ ടോൺ ഓഫ് ടോക്കിംഗ് മാറിക്കഴിഞ്ഞാൽ അത് അവരെടുക്കുകയല്ല, അവർ ടോളറേറ്റ് ചെയ്യുന്ന കാര്യമല്ല. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സ്റ്റാഫ്, നമ്മുടെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ നടുവേനെ, ഞാനൊരു പേഷ്യനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തേ ഉള്ളൂ, അപ്പോൾ എനിക്ക് നടുവേനായിട്ട് ഞാൻ നിന്ന് വെച്ച് പോയി. അപ്പോഴത്തേക്കത് എൻ്റെ കൂടെ നിന്ന പുള്ളിക്കാരി അത് എസ്കലേറ്റ് ചെയ്ത് ANM-നെ വിളിച്ച്, പുള്ളിക്കാരി എന്നെ വിളിച്ച് പേഴ്സണലി വന്ന് ബെച്ചി ഓക്കെ ആണോ, അയ്യോ ഓക്കെ, പിന്നെ ഇവിടെ കൊജൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അറിയാമോ, കൊജൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് എന്നോട് പറഞ്ഞു അവരെ വിളിക്കണം, അവരെ വിളിച്ച് അതിൻ്റെ ഫോളോ അപ്പുകൾ കാര്യങ്ങൾ അതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം, അവർ വിളിച്ചിട്ട് നമ്മളെ അസസ് ചെയ്യും, ഫ്രീ ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഇതൊക്കെ തരും, അഡ്വൈസൊക്കെ തരും. അങ്ങനത്തെ കാരണം നമ്മൾ സേഫ് ടു ഗോ ബാക്ക് ടു വർക്ക് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളെ അവർ വിടത്തുള്ളൂ തിരിച്ച്. ശരിക്കും പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കുറച്ച് നേരത്തേക്കുള്ള ഒരു മസുപ്പുള്ളുണ്ടായിരുന്നുള്ളൂ. ബെച്ചിക്ക് വേണമെങ്കിൽ ഓഫ് വർക്ക് പോവാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നൈറ്റിലായിക്കോട്ടെ ഡേയിലായിക്കോട്ടെ, ഡേയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇൻചാർജ്, ഇവിടെ ANM എന്നാ പറയാ, ഡേയിൽ ഫുൾ ടൈം ഈ നമ്മും ഉണ്ടാകും, നഴ്സ് യൂണിറ്റ് മാനേജറും ഉണ്ടാകും, അസിസ്റ്റൻറ്റ് നഴ്സ് യൂണിറ്റ് മാനേജർ ഉണ്ടാകും, പിന്നെ അതിന് താഴെ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ നഴ്സ് എഡ്യൂക്കേറ്റർ, അങ്ങനെ കുറെ ഹാൻഡ്സ് നമുക്ക് ഡെയിലുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വാർഡിലും ഓരോ എഡ്യൂക്കേറ്റേഴ്സും എല്ലാം ഉണ്ടാവും. നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻസും കാര്യങ്ങളും, ഓൺലൈൻ എഡ്യൂക്കേഷനും ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ അതെല്ലാം ഉണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞു വന്നതാണ്, നൈറ്റിൽ ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അതായത് സീനിയർ സ്റ്റാഫ് ജൂനിയർ സ്റ്റാഫ് അത്രയേ ഉള്ളൂ അവിടെ വാർഡിൽ. അതായത് സീനിയർ സ്റ്റാഫ് തന്നെയാണ് ഇൻചാർജായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലാതെ വേറെ നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് എന്നും പറഞ്ഞിട്ടുള്ള പോസ്റ്റിലുള്ള ഒരാൾ CNM, നമ്മുടെ അയർലൻഡിൽ CNM നൈറ്റ് ഡ്യൂട്ടി എടുക്കാറില്ല. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തില്ല, ഇല്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ സ്റ്റാഫിന് പുറമെ നമുക്ക് നൈറ്റിൽ ഒരു ANM ഉണ്ടാവും. അപ്പം പുള്ളിക്കാരിയാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം എടുക്കുന്നത്. നമുക്ക് നമ്മുടെ പേഷ്യൻസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റേത് നമ്മൾ ഇൻചാർജിൻ്റെ പണിയും ചെയ്യണം, ഞാനല്ല സീനിയർ സ്റ്റാഫ് ഇൻചാർജിൻ്റെ പണിയും ചെയ്യണം, വാർഡിൽ അവർക്ക് കിട്ടുന്ന പേഷ്യൻറ്റിൻ്റെ കാര്യവും ചെയ്യണമായിരുന്നു. ഇവിടെ അത് നമുക്ക് ചെയ്യണ്ട, അതൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും സപ്പോർട്ടിന് ആളുണ്ട്. സപ്പോർട്ടിന് പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ പല വാർഡിൽ പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ നഴ്സ് ഇൻചാർജ് അല്ലെങ്കിൽ ANM ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് കാരണം നമ്മൾ ഒരിക്കലും ഒരു സപ്പോർട്ട് ഇല്ലാത്തവരായിട്ട് തോന്നത്തില്ല, ഒരു തോന്നത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം അതിപ്പോൾ അവിടെയും കിട്ടാറുണ്ട്, ഇവിടെയും ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ. ഇപ്പോൾ 12 hours ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാവിലെ ഒരു 10-ന് മുമ്പ് അവരെങ്ങനെ പോയാലും നമ്മളെ വിട്ടിരിക്കും. എത്ര തിരക്കാണെങ്കിലും പൊക്കോളാൻ പറഞ്ഞ് വിടും. ആഫ്റ്റർനൂൺ ആയാലും ശരി, പിന്നെ വൈകിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാനും പോകും, അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനും പോകും. നൈറ്റ് ഈ പറഞ്ഞ പോലെ ഉറങ്ങാനും അവിടുത്തെ പോലെ തന്നെ നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഭയങ്കര റിലാക്സ്ഡായി കൂളായി നൈറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ മോസ്റ്റ്ലി നൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ
അടിപൊളിയായിട്ട് പോകുന്നു. ആളുകളുടെ സമീപനം എന്ത് തോന്നുന്നു അഞ്ജുന്? ഇന്ത്യയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും പറയും ഓസ്ട്രേലിയ റേസിസ്റ്റ് കൺട്രി ആണ് എന്ന് പറയും. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു 8 months ആയി ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ട്. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരു 8 months ആയി. ഇതുവരെ ഒരാളുടെ ഭാഗത്തുനിന്നും അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴായാലും പുള്ളിക്കും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഭാഗത്തുനിന്നായാലും എൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു നമ്മളൊരു വേറെ കൺട്രിയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നു എന്നുള്ളൊരു വേർതിരിവ് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ജോലി ഇതിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ആൾക്കാരൊക്കെ നല്ല ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അയർലൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ വഴിയിലോട്ട് ഇറങ്ങുമ്പം ഏതൊരാളും ഹലോ ഹൗ ആർ യു പറഞ്ഞേച്ചേ പോകത്തുള്ളൂ. ഇവിടെ പക്ഷേ ആൾക്കാർ അങ്ങനല്ല അല്ലേ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് പക്ഷേ ഒരിക്കലും റേസിസമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ വർത്തമാനം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പേഷ്യൻസിനോടാണെങ്കിലും വർത്തമാനം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് വർത്തമാനം പറയും, നന്നായിട്ട് വർത്തമാനം പറയും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റേസിസം ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഇച്ചിരി റീജിയണൽ ഒരുപാട് ഇച്ചിരി ഉള്ളിടയിലോട്ട് പോയപ്പോഴാണ് ഒരു പുള്ളിക്കാരി ഇച്ചിരി ഒരു റഫായിട്ട് ഞങ്ങളോട് പെരുമാറി. പക്ഷേ അത് എല്ലായിടത്തും കാണും. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ അയർലൻഡിൽ പോയെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെയും ആൾക്കാർ ചിലപ്പം അങ്ങനെ ആവാം. ഒരു കൺട്രിയെ മുഴുവൻ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലായിടത്തും എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നഴ്സിംഗ് അല്ലേ, ജോലി സംബന്ധമായിട്ട് ഇത്രയൊക്കെയാണ്. ബാക്കിയുള്ളതെല്ലാം അച്ചാച്ചൻ പറഞ്ഞു കാണും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ കൂട്ടിച്ചേർക്കാൻ? ഞാൻ മറന്നുപോയിട്ട് എന്തെങ്കിലും? പിന്നെ അയർലൻഡിൽ പാർക്കിംഗ് നമുക്ക് ഫ്രീ ആയിരുന്നു. ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഏത് വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ പെയ്ഡ് പാർക്കിംഗ്, സ്റ്റാഫ് കൺസെഷൻ ഉണ്ട്. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം ഡെയിലി. എനിക്ക് റൂറൽ ഏരിയസിലെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും പെയ്ഡ് പാർക്കിംഗ് ആണ് ഉള്ളത്. അതും ഇത് പറഞ്ഞ പോലെ ഓരോ ഹോസ്പിറ്റലും ഓരോ സ്റ്റേറ്റും ഡിഫറെന്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും പെയ്ഡ് പാർക്കിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ക്വീൻസ്ലാൻഡിലും എല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ റൂറൽ ഏരിയ ചിലപ്പോൾ കാണത്തില്ല, കാരണം അവിടെ ആൾക്കാരത്ര ഇല്ലല്ലോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഉള്ളൂ. അത് ഉള്ളൂ. ഓസ്ട്രേലിയ കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു റേസിസം ആണ് ആദ്യമേ പറയാറ്. പക്ഷെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യമൊന്നും. എനിക്കാണെങ്കിലും അങ്ങനെയാണ്. അതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ഹെൽപ്പും എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാഫിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അയർലൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ വഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളോട് ഹായ് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടേ പറഞ്ഞത്. ചുമ്മാ ആ പോകുന്ന വഴിക്ക് അങ്ങ് ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഈ അറിയാത്ത ആളാണെങ്കിൽ പോലും ഒരു ഹായും ഹലോ ഇവിടെ അങ്ങനെ വരാറില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അവർ റേസിസ്റ്റ് ആണെന്നല്ല പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ ഒരു കൾച്ചർ. അതെ, അയർലൻഡ് എന്ന് പറയുന്നത് അത് അവരുടെ ഒരു കൾച്ചർ. പിന്നെ ഇവിടെ വന്നവരെല്ലാം ഈ പറയുന്ന പോലെ UK-ക്കാരൊക്കെ അവരുടെ ഡിസെൻഡൻസ് ഒക്കെ UK-ക്കാരും ഐറിഷുകാരും ഒക്കെയാണ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് അല്ലെ ഓവർ ദ ജനറേഷൻ ആ ഒരു ഇത് വിട്ടുപോകുന്നു എന്ന് മാത്രം. പിന്നെ അപ്പം ഇത്രയും പറഞ്ഞതിൽ എൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നതിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്താ പറയുക, എനിക്കും അതെ റിഗ്രഷൻ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. പോരണ്ടായിരുന്നു എന്നൊരു തോന്നലില്ല. അതെ, എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നിയിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട്. അപ്പോൾ എനിക്കും എൻ്റെ ജോലി വർക്ക് വൈസ് ആണെങ്കിലും എല്ലാം വെച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് അബദ്ധമായി എന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എല്ലാവരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസ് അല്ലെ അഞ്ജുവിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ചിലരിവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. നമുക്കതിലേക്ക് നമ്മൾ വന്ന ഉടനെ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ കൊണ്ടോ കംഫർട്ടബിൾ ആണെന്നല്ല. പിന്നെ 2 മാസം 3 മാസം ഒക്കെ എടുക്കും ഒരു തീർച്ചയായിട്ടും ഒന്ന് സെറ്റിലായി വരാൻ. ഇവൻ വർക്ക് വൈസ് ആണെങ്കിലും എല്ലാം പഠിച്ചെടുക്കാനും എല്ലാം വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു 2-3 months നല്ല സ്ട്രെസ് ആയിരിക്കും എല്ലാം ഒന്ന് പഠിച്ചെടുത്ത് എല്ലാം സെറ്റിലാക്കി വരാൻ. പക്ഷെ ഇപ്പോൾ ഒരു 8 months എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എന്നെക്കാളും സീനിയറാണ് പറയാൻ ഇച്ചിരി കൂടെ. ഓസ്ട്രേലിയ സീനിയർ
അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പിന്നെ ഈ പറയുന്ന പോലെ ഏജ് കെയറിൽ വേറെ ഇതാണ്, വേറെ വർക്കായിട്ടുള്ള അവർക്ക് വേറെ സ്ട്രെസ്സായിരിക്കും, അക്യൂട്ടിൽ വേറെ സ്ട്രെസ്സായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അറിയത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഏജ് കെയറിൽ വല്ലപ്പോഴും പോയി ജോലി ചെയ്തിട്ട് വരുന്നു. അന്നേ എനിക്കങ്ങനെ ഏജ് കെയറിൽ വർക്ക് ചെയ്യുന്നവരെയും എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. പിന്നെ വേറെ ഹോസ്പിറ്റലാണെങ്കിലും എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഐ എം സാറ്റിസ്ഫൈഡ്. അതെ, എൻ്റെയും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നു. പിന്നെ നമ്മുടെ അയർലൻഡിലുള്ള INMO പോലെ തന്നെ ഇവിടെയും നമുക്കും കുറേ നഴ്സിംഗിന് സപ്പോർട്ട് ചെയ്യുന്ന യൂണിയൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാളായി ഇപ്പം വീഡിയോസുമായിട്ട് വന്നിട്ട് അതിലെല്ലാം ഖേദം പ്രകടിപ്പിക്കുന്നു, സമയം കിട്ടാണ്ടായി പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് പ്ലെയിനിലുള്ള എക്സ്പീരിയൻസ് അതെല്ലാം ഒരു വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞിക്കൊച്ചുണ്ടല്ലോ ഇപ്പോൾ, ആ കുഞ്ഞിക്കൊച്ച് അതിനൊന്നും സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാറില്ല ഇപ്പോൾ വന്ന്. എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് അനുഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പം കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത അഞ്ജുവിനും ജിൻസനും പ്രത്യേക താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങളോടും ഒരുപാട് താങ്ക്സ്, കാണുന്നവരെല്ലാവരോടും ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടാവണം. തുടർന്ന് ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് പിന്നെയും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ. ബൈ.